അതേപോലെ ഇവിടെ പിന്നോക്കക്കാരനെന്ന് പറയുന്ന ഒരാൾ പറയാണ് എനിക്ക് പ്രിവിലേജ് വേണം, അത് ന്യായമല്ല. മുന്നോക്കമെന്നോ പിന്നോക്കമെന്നോ വാദമില്ല. ചിലർ പ്രിവിലേജ് അനുഭവിക്കുക, ചിലർക്ക് പ്രിവിലേജ് ഇല്ല. ഏതെടുത്ത നീതിയാണ്? ഇതൊരു പ്രധാനപ്പെട്ട ഉത്കണ്ഠകളൊന്നാണ്. ഇത് എന്ന് തീരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നാണിത് അവസാനിക്കുക, അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? അത് നമുക്കൊരു ഉത്തരം, ലോജിക്കലായൊരു ഉത്തരത്തിലെത്തണമെങ്കിൽ സംവരണം ലക്ഷ്യം വെക്കുന്നത് എന്ത് എന്നതിനെ സംബന്ധിച്ച ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് സംവരണം എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഇപ്പോൾ സംവരണം ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഇന്ത്യയിൽ ആരോടെങ്കിലും ചോദിച്ചാൽ ദാരിദ്ര്യം മാറ്റാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ട ഒരു പരിപാടിയായിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നതും ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലി ഒരിക്കൽ പോലും ഇത് അങ്ങനെ കണ്ടിട്ടില്ല. മറിച്ച് ഇന്ത്യയിൽ സ്വാഭാവിക നീതി ലഭിക്കാത്ത മനുഷ്യർക്ക് നീതി ഉറപ്പ് ചെയ്യുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ 100 പേരെ ഒരു പ്രത്യേക കാര്യത്തിനായി എടുക്കുമ്പോൾ ചില വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന വിഭാഗങ്ങളെ കൂടി ആ 100 പേരിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്ന പുതിയ ഒരു മെക്കാനിസമാണ് സംവരണം എന്ന് പറയുന്ന കാര്യം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധുനിക സ്റ്റേറ്റിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം. അത് നിയമപരമായി ഉറപ്പുവരുത്തേണ്ടി വരുന്നത് അത്തരമൊരു നിയമമില്ലെങ്കിൽ അവരെ അതിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്നതുകൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ സംവരണമില്ലാത്ത സ്ഥലത്ത് എത്ര ദളിതരുണ്ടെന്ന് അന്വേഷിച്ചാൽ മതി. സംവരണം ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ, പണ്ടത്തെ കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഇവിടെ സംവരണമില്ലാത്ത സ്ഥലത്ത് എത്ര ദളിതരുണ്ടെന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് ചില സ്ഥലത്തെങ്കിലും അവരെ കാണപ്പെടുന്നതെന്ന്. കേരളത്തിലെ പത്രപ്രവർത്തക മേഖല എത്ര ദളിതരുണ്ട്? ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററും എക്സിക്യൂട്ടീവ് എഡിറ്ററും ചീഫ് എഡിറ്ററൊക്കെ ആയിട്ട് എത്ര പേരുണ്ട്? ഒരാൾ പോലും ഇല്ല. ഞാൻ ഒരാളല്ല, നിങ്ങൾ കാണിച്ച എന്നാൽ ഇവരാരും പത്രപ്രവർത്തനം പഠിച്ചിട്ടില്ലേ? ഇവർക്ക് പത്രപ്രവർത്തനം അറിയത്തില്ലേ? ബുദ്ധിയില്ലേ? എഴുതാൻ അറിയത്തില്ലേ? എന്താ ഈ പറഞ്ഞത്? കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സാഹിത്യ അക്കാദമി കൊടുക്കുന്ന അവാർഡുകളിൽ വലിയ പക്ഷവും ദളിത് മേഖലയിൽ നിന്നുള്ള എഴുത്തുകാർക്കാണ് കൊടുക്കുന്നത്. അവരൊക്കെ പ്രതിഭ തെളിയിച്ച എത്രയോ മനുഷ്യരുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരുണ്ട്. ഇവർക്ക് ആർക്കും ഒരു എഡിറ്ററാകാൻ പറ്റില്ല. എന്താണ് തടസ്സം? അപ്പോൾ അവിടെ സംവരണം ഇല്ല. എയ്ഡഡ് മേഖല, PhD എടുത്ത പോസ്റ്റ് ഡോക്ടർ തീസിസ് സമർപ്പിച്ച ദളിത് വിദ്യാർത്ഥികൾ തേരാവാരം നടക്കുക ഈ തെരുവിൽ കൂടി. ആ മേഖല എത്ര പേരുണ്ട്? 2 ലക്ഷം പേരുള്ളത് 45 46 പേരാ കൂടി ഉള്ളത്. ഓർക്കണം, എന്താ അവിടെ ഇല്ലാത്തത്? യോഗ്യതയില്ലാത്തതുകൊണ്ടാണ്. വ്യവസ്ഥയില്ല, സംവരണത്തിന് വ്യവസ്ഥയില്ല. അതുകൊണ്ട് സംവരണം എന്നത് ഇതുപോലെ ഉപേക്ഷിക്കും. എയ്ഡഡ് മേഖല എങ്ങനെയാണോ ദളിതരെ മാറ്റി നിർത്തിയിരിക്കുന്നത്, പത്രപ്രവർത്തക മേഖല എങ്ങനെയാണോ ദളിതരെ മാറ്റി നിർത്തിയിരിക്കുന്നത്, അതുപോലെ ഇവരെ ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് ഉള്ളതുകൊണ്ട് 10 പത്രപ്രവർത്തകരുണ്ടെങ്കിൽ ഒരാൾ ദളിതനായിരിക്കണമെന്നുള്ള വ്യവസ്ഥയാണ് സംവരണത്തിൻ്റെ ലോജിക്ക് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ പിന്നെ ഒരാൾ വന്ന് ഇവിടെ വിപ്ലവം നടത്തിക്കണമെന്നൊന്നും ആരും പറയരുത് കേട്ടോ. ബാക്കി 9 പേരും എന്താണോ ചെയ്യുന്നത് അതേ ചെയ്യത്തുള്ളൂ. അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉള്ളൂ. സംവരണം കിട്ടുന്നവർ കൂടി അവന് സംവരണത്തിൽ വന്ന് അവൻ എന്നിട്ട് അഹങ്കാരം കണ്ടുവന്നു. സംവരണത്തിൽ വന്നുകൊണ്ട് മനുഷ്യൻ അഹങ്കരിക്കാവുള്ളൂ. സംവരണത്തിൽ വന്നാൽ പരീക്ഷ എഴുതി ജയിച്ചിട്ടാണല്ലോ വരുന്നത്. അവൻ ചെയ്യുന്ന ജോലിയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ അഹങ്കാരം കണ്ടു. ഈ അഹങ്കാരം കാസ്റ്റാണ് അവിടെ, കാസ്റ്റിനെ സംബന്ധിച്ച സംഭവം. ഇത് എങ്ങനെ എപ്പോൾ അവസാനിക്കണം എന്നാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? ഇപ്പം തീരുമാനിക്കാൻ പറ്റുക? ഈ ഒഴിവാക്കൽ എന്ന് നിൽക്കുന്നു, ജാതി എന്ന് പോകുന്നൊന്നുമില്ല, അതൊക്കെ വിട്ടേക്ക്. ഈ ഒഴിവാക്കൽ എന്ന് നിൽക്കുന്നു, അന്ന് സംവരണം അനാവശ്യമായൊരു കാര്യമായി വരും. ഇവിടെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ അവസാനത്തെ തരിമ്പും അവസാനിക്കുന്നത് വരെ നമുക്ക് ഈ ഒഴിവാക്കപ്പെടുന്നവരെ വീണ്ടെടുക്കാൻ ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ നീതിയില്ലാത്തൊരു സമൂഹമായി നമ്മുടേത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഓഫീസിലേക്ക് നിങ്ങൾ കടന്നില്ല. ആ ഓഫീസിൽ ഇരിക്കുന്ന ബ്രാഞ്ച് മാനേജർ മുതൽ അസിസ്റ്റൻ്റ് മാനേജർ, ഓഫീസേഴ്സ്, ഇവരെല്ലാം കറുത്ത മനുഷ്യരാണെങ്കിൽ സ്വാഭാവികമായിട്ട് വരുന്ന ആളിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ട്. ഒരു അസ്വസ്ഥത ആവശ്യമില്ല, അവരൊക്കെ MA-കാരും MD-കാരും ഒക്കെ ആയിരിക്കും, പക്ഷെ അസ്വസ്ഥരാകും. പക്ഷെ ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാവരും വെളുത്തിരുന്നാലും, വെളുത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മറ്റേ മലയാളിയുടെ വെളുപ്പ്, അത് വെളുപ്പല്ല കേട്ടോ. അത് അവർ യൂറോപ്പിൽ ചെല്ലുമ്പോൾ മനസ്സിലാകും ഞങ്ങൾ വെളുത്തവരല്ല. അവർ മുഖത്താട്ടി തുപ്പുമ്പോഴാണ് ഇവിടെ നിന്ന് ചെല്ലുന്ന സുറിയാനി ക്രിസ്ത്യാനി മനസ്സിലാക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള, ഞാൻ വെറുതെ നുണയൊന്നും പറയുന്നതല്ല, എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ള, സാറേ അല്ലേ ചേട്ടാ, ഞങ്ങളൊക്കെ ചെന്ന് നിന്നാൽ ഈ പുഴുക്കളെപ്പോലെ അവർ ഞങ്ങളെ കാണുന്നതാണ്. സമ്പന്നരായ യൂറോപ്യൻ പുഴുക്കളെപ്പോലെ. ജർമ്മനിയിലൊക്കെ മുഖത്ത് തുപ്പുമെന്നാണ് പറയുന്നത്.
ആ തുപ്പേറ്റിട്ട് വന്നിട്ടായിരിക്കും അവരോട് വന്ന് ഞങ്ങളുടെ മുഖത്ത് തുപ്പുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം. അത് വേറെ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. അത് ഇവിടെ വരുമ്പോൾ വെട്ടിയാക്കാരൻ്റെ മുഖത്ത് തുപ്പുക എന്നുള്ള അതിൻ്റെ പരിപാടി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ വെളുത്തവർ മാത്രമായിരിക്കും നമുക്കൊരു അസ്വസ്ഥതയില്ല എന്ന് പറയാൻ നമ്മുടെ മനോനിലയെ പോലും ബാധിക്കുന്നൊരു കാര്യമാണ് ഈ മനുഷ്യൻ്റെ കളർ, മനുഷ്യൻ്റെ ജാതി. അത് ഈ പൊതുവായിട്ടുള്ള ഒഴിവാക്കലിനെ അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. അതുകൊണ്ട് സംവരണം എന്നില്ലാതാകും എന്ന് ചോദിച്ചാൽ സംവരണം ഇപ്പം തന്നെ ഇല്ലാതായി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷേ എന്നില്ലാതാകേണ്ടതാണെന്ന് ചോദിച്ചാൽ ഈ മാറ്റി നിർത്തൽ ഒഴിവാകുന്നത് വരെ സംവരണം പോലൊരു മെക്കാനിസം ഇല്ലെങ്കിൽ നമ്മൾ അനീതി നിറഞ്ഞ ഒരു സമൂഹമായി മാറും.